കേരളം ഇതുവരെ അനുഭവിക്കാത്ത കാണാത്തൊരു അപൂർവ ദൗത്യത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ആലിൻ്റെ ഇത്തരത്തിലുള്ള വൃക്കയുമായി ഈ കരളുമായി ഹൃദയവാൽവുമായി പുറപ്പെട്ട എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട ആംബുലൻസ് 3.5 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ആദ്യ ലക്ഷ്യസ്ഥാനമായ കിംസിലേക്ക് എത്തിയിരിക്കുന്നു. കിംസിൽ കരൾ കാത്തിരിക്കുന്ന ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ ജീവന് തുടിപ്പേകാൻ, ആ കുഞ്ഞിൻ്റെ പൂർണ്ണ ആരോഗ്യവതിയായി ഈ അവയവം കൈമാറ്റം ചെയ്യാൻ വേണ്ടി ആംബുലൻസ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ ഏറെ സങ്കടത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു ദിനമാണ്. ആലിനെന്നൊരു കുഞ്ഞുകുട്ടി 10 മാസം പ്രായമുള്ള കുഞ്ഞിന് മസ്തിഷ്കമരണം സംഭവിച്ചതിന് പിന്നാലെ അവരുടെ അവയവം ദാനം ചെയ്യാൻ സന്നദ്ധ പ്രകടിപ്പിച്ച കുടുംബത്തിനാണ് ഈ മഹത്തരമായ കാര്യത്തിന് ഒരുങ്ങിയ കുടുംബം എല്ലാവിധത്തിലും കേരളത്തിൻ്റെ നന്ദി ഏറെ അർഹിക്കുന്നു. ആ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ കുഞ്ഞു ആലിൻ്റെ മൃതദേഹഭാഗങ്ങളുമായി എത്തിയ ആംബുലൻസ് ഇപ്പോൾ കിംസിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കിംസിൽ കൈമാറിയിരിക്കുന്നത് കുഞ്ഞാലിൻ്റെ കരളാണ്. ഈ കരൾ കാത്തിരിക്കുന്നത് തന്നെ 6 മാസം പ്രായമായ ഒരു കുഞ്ഞാണ്. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞൊരു അവയവ ദാന ദൗത്യത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വീകർത്താവായ കുഞ്ഞിനാണ് ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കരൾ ഭാഗം എത്തിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ 6 തൊട്ട് 14 മണിക്കൂർ വരെ വേണ്ടിവരുന്ന ശസ്ത്രക്രിയയാണ് കരൾ ശസ്ത്രക്രിയ. ഈ ശസ്ത്രക്രിയയുടെ തുടക്കം ഇപ്പോൾ തന്നെ ഉണ്ടാകും. അതിന് മുന്നോടിയായി തന്നെ ആംബുലൻസ് കൃത്യമായി 7 മണിക്കാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടത്. ഏതാണ്ട് 3-3.5 മണിക്കൂർ പിന്നിടുമ്പോൾ കിംസ് ആശുപത്രിയിൽ ആ ദൗത്യം പൂർത്തിയാക്കി. ആ ദൗത്യത്തിൻ്റെ ആദ്യ ലക്ഷ്യസ്ഥാനമായി കിംസിലേക്ക് ആംബുലൻസ് എത്തിയിരിക്കുന്നു. കിംസിൽ ഇപ്പോൾ തന്നെ ശസ്ത്രക്രിയ ഉടൻ തന്നെ തുടങ്ങും. കാരണം 6 തൊട്ട് 14 മണിക്കൂർ സമയമെടുക്കേണ്ട കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വളരെ വേഗത്തിൽ തന്നെ ആ കരൾ അവിടെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏറെ ആശ്വാസകരമായ കാര്യം, ഒരു ഭാഗത്ത് നമ്മൾ പറയുന്ന പോലത്തെ കുഞ്ഞാലിൻ്റെ വിടവാങ്ങൽ മടക്കം നമ്മെ ഏറെ വേദനിപ്പിക്കുമ്പോൾ ആ കുഞ്ഞാലിലൂടെ ജീവൻ്റെ തുടിപ്പേകുന്ന 5 കുരുന്നുകളാണ് കേരളത്തിൽ ഉണ്ടാകുന്നതിൽ. ആദ്യത്തെ കുരുന്നിന് ഏറ്റവും വിജയകരമായി തന്നെ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള കരൾ അവിടെ എത്തിച്ചിരിക്കുന്നു. ആംബുലൻസ് കൃത്യം 10:30 തന്നെ കിംസ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ശ്രീചിത്ര ആശുപത്രിയിലേക്കും SIT ആശുപത്രിയിലേക്കുമാണ് ഈ ആംബുലൻസ് പോകേണ്ടത്. ശ്രീചിത്രയിൽ ഹൃദയവാൽവും അതേപോലെ തന്നെ SIT ആശുപത്രിയിൽ 2 വൃക്കകളും കാത്തിരിക്കുന്ന കുരുന്നുകൾ കുരുന്നുകൾ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് കൂടി അവരുടെ അവയവങ്ങൾ അവിടെ എത്തിക്കേണ്ടതുണ്ട്. ആദ്യ ലക്ഷ്യസ്ഥാനമായ കിംസിലാണ് ഇപ്പോൾ ആംബുലൻസ് എത്തിയിരിക്കുന്നത്. ഇവിടെ ശസ്ത്രക്രിയ നടത്തുന്ന കരളാണ്. കരൾ മാറ്റ ശസ്ത്രക്രിയ ആയിരിക്കും കിംസിൽ നടക്കുക. 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ്റെ കരൾ മാറ്റിവെക്കപ്പെടുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അലക്സ് മുഹമ്മദോട് ചേർന്നു. അലക്സ്, ആദ്യ ലക്ഷ്യസ്ഥാനം കിംസ് ആയിരുന്നു. അവിടെ കരൾ കൈമാറ്റം ചെയ്തിരിക്കുന്നു. അവിടെ ഉടൻ തന്നെ ശസ്ത്രക്രിയകൾ തുടക്കമാകും. അവിടെ ഒരു 6 മാസം പ്രായമായ സ്വീകർത്താവിനാണ് ഇപ്പോൾ കരൾ മാറ്റ ശസ്ത്രക്രിയ തുടങ്ങാൻ പോകുന്നത്. മെഡിക്കൽ കോളേജിലേക്കായിരിക്കും അടുത്ത ലക്ഷ്യസ്ഥാനം. ഈ കിംസിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം അത് എത്രയായിരിക്കും? ഏതാണ്ട് ഏത് സമയത്തേക്ക് അവയവങ്ങൾ അവിടെ എത്തിക്കാനാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് അലക്സ്? സുഹൈൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലിൻ ഷെറിൻ എബ്രഹാം 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ പേര് കേരളത്തിലെ ആരോഗ്യ ചരിത്രത്തിൽ പുതുലിപികളാൽ എഴുതുകയാണ്. ആ കുഞ്ഞിന്റെ പേര് 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ പേര് എഴുതുകയാണെന്നുള്ളതാണ്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ കുഞ്ഞിന്റെ കരൾ നൽകിയതിനു ശേഷം ആംബുലൻസ് നിമിഷങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തും. SIT ആശുപത്രിയിലാണ് വൃക്ക സംബന്ധമായ രോഗത്തിന് നെയ്യാറ്റിൻകര സ്വദേശി ശ്രേയ ചികിത്സയിലായിരുന്നു. 10 വയസ്സാണ് ശ്രേയയ്ക്ക്. വൃക്കകൾക്ക് പ്രായത്തിന് ആവശ്യമായ വളർച്ചയില്ലാത്തതാണ് ശ്രേയയുടെ പ്രശ്നം. വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് പോംവഴിയെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അങ്ങനെ ചികിത്സയിലായിരുന്നു ശ്രേയയുടെ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. SITയിലാണ് ചികിത്സയിലായിരുന്നതെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. നെഫ്രോളജി വകുപ്പാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഞാൻ നിൽക്കുന്നത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നെഫ്രോളജി വകുപ്പിന് സമീപമാണ്. ഇവിടേക്കായിരിക്കും ആംബുലൻസ് എത്തുക. അതായത് മിനിറ്റുകൾക്കുള്ളിൽ ഇവിടേക്ക് ഈ ആംബുലൻസ് എത്തും. ഇവിടെ ഈ വൃക്കകൾ കൈമാറിയതിനു ശേഷമാണ് ഹൃദയവാൽവുമായി തൊട്ടപ്പുറത്തുള്ള ശ്രീചിത്ര ആശുപത്രിയിലേക്ക് പോകുക. ശ്രീചിത്ര ആശുപത്രിയിൽ ഇന്ന് ശസ്ത്രക്രിയകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഹൃദയവാൽവ് സൂക്ഷിക്കുന്ന ബാങ്കിലേക്ക് ഈ വാൾവ് നിന്ന് മാറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ ചികിത്സയിലുള്ള മറ്റു കുട്ടികൾക്ക്, ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലുള്ള മറ്റു കുട്ടികളുടെ ക്രോസ് മാച്ചിങ് നടത്തിയതിനു ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും ഈ വാൾവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുക. അത് ശ്രീചിത്രയിൽ നടക്കുക. കോർണിയ നേത്രപടലങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമൃത ആശുപത്രിയിൽ തന്നെ ബാങ്കിൽ, അത് ഐ ബാങ്കിൽ സൂക്ഷിക്കുകയാണ്. അങ്ങനെ 5 പേർക്ക് 5 കുരുന്നുകൾക്ക് പുതുജീവൻ നൽകി ഈ 10 വയസ്സുകാരി യാത്ര പറയുന്നില്ല എന്ന് തന്നെ ഈ സ്വീകർത്താക്കളുടെ മാതാപിതാക്കൾ, അതായത് ഇത് സ്വീകരിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. 24നോട് ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഡ്രിയയാണ് ഈ കരൾ ഏറ്റുവാങ്ങുന്നത്. ഡ്രിയയുടെ പിതാവ് ബൈജുകുമാർ 24നോട് പറഞ്ഞത് കണ്ടതാണ്. അതായത് ഇപ്പോൾ ദുഃഖമാണോ സന്തോഷമാണോ എന്ന് പറയുക വയ്യ. പക്ഷേ ആലിന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, അരുണിനോടും അതുപോലെ ഷെറിനോടും പറയാനുള്ളത്, നിങ്ങളുടെ മകൾ ജീവിക്കും, ആലിൻ ജീവിക്കും. അത് ഡ്രിയയിലൂടെ ജീവിക്കും, ശ്രേയയിലൂടെ ജീവിക്കും. ഇനി കണ്ണുകളും ഹൃദയവാൾവും നൽകുന്ന മറ്റു കുട്ടികളിലൂടെയും
ആലിൻ ജീവിക്കും എന്ന സന്ദേശമാണ് ആ മാതാപിതാക്കൾ നൽകുന്നത്. ആ വേദനയിലും വലിയ സന്ദേശം അവർക്ക് സമൂഹത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അവയവദാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ അത് ആംബുലൻസ് വരുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ആംബുലൻസ് ഇവിടേക്ക് എത്തുന്നുണ്ട്. സുഹൈൽ, അതായത് വൃക്കകളും കൊണ്ട് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.